ഹലോ, എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം. അപ്പം ഇന്നൊരു നാടൻ പലഹാരമാണ്. പഴം കൊണ്ടുള്ള ഒരു അടയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. വളരെ ടേസ്റ്റാണ്. നമുക്ക് 4 മണി പലഹാരമായിട്ടൊക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ 2 പഴം എടുത്തിട്ടുണ്ട്. ഇത് ആവിയിൽ പുഴുങ്ങി വെച്ചേക്കാണ്. പിന്നെ ഒരു 3 പീസ് ശർക്കര എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ ഒന്ന് ഉരുക്കിയെടുക്കണം. ഈ വേവിച്ച് വെച്ചേക്കുന്ന പഴം നമുക്ക് മിക്സിയിലിട്ടൊന്ന് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഒരുപാട് അടിക്കേണ്ട, ചെറുതായിട്ടൊന്ന് തരി പോലെ അടിച്ചെടുക്കാം. പിന്നെ ഒരു പാനിലോട്ട് കുറച്ച് നെയ്യ് ഒഴിക്കുക. 2 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് ഉണക്ക മുന്തിരി ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തു. അതായത് നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ചേക്കുന്ന പഴം അതിലോട്ടിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഉരുക്കിയിട്ട് അരിച്ച ശർക്കര, ആ ശർക്കര വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ശർക്കര വെള്ളമൊക്കെ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. അതിലായിട്ട് നമുക്കൊരു 1/2 കപ്പ് അരിപ്പൊടി ചേർക്കുന്നുണ്ട്. അരിപ്പൊടി ചേർത്ത് എല്ലാം ഒന്നും കൂടെ നല്ലപോലെ മിക്സ് ചെയ്യുക. പിന്നെ കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് ഒന്ന് ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം വേറെ പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഒരു വാഴയില, ഇത് ഒന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയതാണേ. ആ വാഴയിലയിലോട്ട് ഇതുപോലെ ഓരോ പീസ് വെച്ച് കൊടുത്ത് ഇങ്ങനെ മടക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് മടക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മടക്കാം. എന്നിട്ട് എല്ലാം അങ്ങനെ നമുക്ക് മടക്കിയെടുക്കാം. എന്നിട്ട് ആവിയിൽ വെച്ച് ഇതെല്ലാം നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ അടയെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു അടയാണ്. പിന്നെ പഴമൊക്കെ എപ്പോഴും നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.